നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ്, 5th മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് റിവിഷൻ പോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് ഓടിച്ച് നോക്കിയതാണ്, ലാസ്റ്റ് മൊഡ്യൂൾ മാത്രം. അതിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. എലക്ഷൻ പ്രോസസ്സും അതുപോലെ അമെൻമെന്റ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഓൾ ഇന്ത്യ സർവീസസ്, പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് നമ്മളെ MCN കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. പിന്നെ കുറച്ച് റിവിഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം നമുക്കിന്ന് കുറച്ച് നോക്കാം, കുറച്ച് എലക്ഷൻ പ്രോസസ്സ് വരെ ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഈസ് ഓൾ ഇന്ത്യ സർവീസസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഓടിച്ച് നോക്കിയതാണ്. അതിന് മുമ്പുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഴയ ക്ലാസ്സുകളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത പോർഷൻസ് തന്നെയാണ്. സോ ഓൾ ഇന്ത്യ സർവീസസിൽ നമ്മൾ ആർട്ടിക്കിൾ 312 പ്രൊവൈഡ് ഫോർ ദി ക്രിയേഷൻ ഓഫ് ഓൾ ഇന്ത്യ സർവീസസ്. സോ നമുക്കറിയാം ഓൾറെഡി വി ആർ ഹാവിങ് ഡിഫറെൻറ്റ് we are having both India is both unitary as well as a federal state of country. രണ്ട് സ്ട്രക്ചറും ഉണ്ടല്ലോ നമുക്ക്. യൂണിറ്ററി സ്ട്രക്ചറിന്റെ ഒരുപാട് അഡ്വാൻറ്റേജസ്, ഗുഡ് ഫീച്ചേഴ്സ് വി ഹാവ് അഡോപ്റ്റഡ്. ഓൾസോ ഫെഡറൽ സ്ട്രക്ചറിന്റെ സം ഗുഡ് ഫീച്ചേഴ്സ് വി ഹാവ് അഡോപ്റ്റഡ്. അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്തൊരു സിസ്റ്റമാണ് നമുക്കുള്ളത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. സോ അപ്പാർട്ട് ഫ്രം ഇൻഡിവിജ്വൽ, നമുക്കറിയാം ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് വൈഡ് ഒരുപാട് ജോബ്സ് നമുക്ക് ഉണ്ടാവും ഗവൺമെന്റ് സെക്ടറിൽ. ലൈക്ക് വാസ് ഇൻ ലൈക്ക് PSCs ആൻഡ് UPSCs are there. യൂണിയൻ പബ്ലിക് സർവീസിലായിട്ട് ഒരുപാട് ജോബ്സ് ഉണ്ട്. ബട്ട് ദർ ആർ സം ഓൾ ഇന്ത്യ സർവീസസ്. അപ്പോൾ അപ്പാർട്ട് ഫ്രം ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറഞ്ഞാൽ ദോസ് പീപ്പിൾ ഹു ആർ അപ്പോയിന്റഡ് ത്രൂ ദിസ് ഓൾ ഇന്ത്യ സർവീസസ്, ദേ ആർ ഡെപ്യൂട്ടഡ് ടു വർക്ക് ഇൻ സ്റ്റേറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇവൻ ദോ ദേ ആർ, അപ്പോൾ അവർക്ക് എന്താണ് ഈ ഒരു കെട്ടുപാടുകളൊന്നും ഇല്ല, സ്റ്റേറ്റിൻ്റെതായ പ്രഷറും കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. They are like representative from the center, but they are working in the state related things. അല്ലെ, സ്റ്റേറ്റ് ഡയറക്റ്റ് ആയിട്ട് എലക്ട് ചെയ്ത ആളല്ല, ഇത് ഓൾ ഇന്ത്യ സർവീസസ് വഴി വരുന്നതാണ് അല്ലെ. സോ ആർട്ടിക്കിൾ 312 പ്രൊവൈഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ഓൾ ഇന്ത്യ സർവീസസ്. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ബോത്ത് ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ് സർവീസസ്. ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് സർവീസസ് ആർ ഡിഫറെന്റ്, ബട്ട് ഓൾ ഇന്ത്യ സർവീസ് ഹലോ ജസ്റ്റ് ഒന്ന് കണക്ഷൻ പോയതാണ്, ഒരു സെക്കൻഡ്. Okay. So thus, while Article 309 provides for separate jurisdictions for the Union and the states, but Article 312 takes away to some extent the autonomy of the states in this field by vesting in the Union the authority to create all India services. അപ്പോൾ ഈ പറയുന്ന സെപ്പറേറ്റ് ജുറിസ്ഡിക്ഷൻ എന്നുള്ള ആ ഒരു ബൗണ്ടറി മാറിയിട്ട് ഓൾ ഇന്ത്യ സർവീസസിൽ ദേ ആർ, അവർക്ക് എല്ലായിടത്തും വർക്ക് ചെയ്യാൻ വേണ്ടിയല്ല, പക്ഷേ ദേ ആർ ഡയറക്റ്റഡ് ടു ദി സെൻറ്റർ ഓൺലി, ബട്ട് സ്റ്റേറ്റ് സർവീസിലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. So all India services are instruments of national consolidation and unity. They ensure the maintenance of common standards all over the country in field of administration.
സോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടാണ് ഈ സർവീസ് എന്നൊക്കെ വരുന്നത്, നമുക്കറിയാം അല്ലേ, ഈ പറയുന്ന ഓൾ ഇന്ത്യ സർവീസ് എന്നൊക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന രീതിയിലാണ് ആൾക്കാർ വരുന്നത് അല്ലേ. They facilitate the assistance of a hardcore officials in every state who, because of their membership in a service which falls within the jurisdiction of the union, feel more free and independent to act with a national outlook and keeping in view the national interest. So they will be having the liberty or the freedom to work freely or to feel more free or more freedom and independent to act with a national outlook, even they are working in the state related activities or administrative activities. നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഇതുപോലത്തെ IPS IAS റാങ്കിലുള്ള ആൾക്കാരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടല്ലേ. നമുക്കറിയാം ഏത് ഇപ്പം പോലീസ് സർവീസ് ആയാലും അതിന്റെ തലപ്പത്തിലുള്ള ആൾക്കാർ IPS IAS റാങ്കാണ്, അവരൊക്കെ ഈ സർവീസിൽ നിന്ന് വരുന്നതാണ് അല്ലേ. അല്ല പക്ഷെ ബാക്കിയുള്ള ഈ പോലീസ് സർവീസിലെ ആൾക്കാർക്ക് സ്റ്റേറ്റ് വഴി റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഡിഫറെന്റ് സെൻട്രൽ സർവീസസ് ഉണ്ട്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, അങ്ങനെ ലിസ്റ്റ് ഓഫ് ഡിഫറെന്റ് ഓൾ ഇന്ത്യ സർവീസസ് നമുക്കുണ്ടാവും. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് അല്ലെ. ഇതൊക്കെ വിത്തിൻ ദ സ്റ്റേറ്റ് ആണ് അവരുടെ ജുറിസ്ഡിക്ഷൻ വരുന്നതെങ്കിലും ദേ ആർ ഡയറക്റ്റഡ് ടു ദി സെൻറ്റർ ഓൺലി. സോ അവർക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ പ്രഷേഴ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആ സ്റ്റേറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പബ്ലിക് സർവീസ് കമ്മീഷൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ വാട്ട് ഈസ് PSCs, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താണ്. സോ ഇൻ എ ലാർജ് കൺട്രി ലൈക്ക് ഇന്ത്യ which has linguistic, caste and religious divisions, where government is the largest employer and people attach power and prestige to government service, it is all more necessary to ensure fair play in recruitment to maintain unity of the country and efficiency of the administration. So we know that India is a very large country. ഒരു വലിയ രാജ്യം എന്ന് മാത്രമല്ല, we are having linguistic barriers, caste, religious divisions and all. Okay, സോ ഇതിനെ നമ്മൾ ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിലാണ് അല്ല നമ്മളുള്ളത്. സോ ഇതിനെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകണമെങ്കിൽ എന്താണ്, നമുക്കറിയാം ഏറ്റവും വലിയ തൊഴിൽ ദാതാവാണ്, നൽകുന്ന ആളാന്നല്ലേ ഗവൺമെന്റ് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഈ പറയുന്ന PSCs ത്രൂ തന്നെയാണ്. സോ അതിന് കൃത്യമായ ഒരു കമ്മീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ദാറ്റ് വിൽ ബി മോർ ഫെയർ ആൻഡ് മോർ എന്താ പറയാ, അത് ഒരു സുതാര്യമായ രീതിയിൽ പോവുകയുള്ളൂ അല്ലെ. ടു പ്രൊവൈഡ് ആൻ ഇൻസ്ട്രുമെന്റാലിറ്റി വിച്ച് വിൽ ബി എ ബോഡി ഓഫ് എക്സ്പേർട്സ് and which will work independently in a just and a fair manner withstanding pressure and influence, the constitution created the various public service commissions. Okay, there are different public service commissions and for each state there will be public service commissions. Sometimes if two states are agreeing, then they can have a joint public service commission, and there is a central public service commission, that is UPSC. Okay, the constitution envisages a public service commission for the union and one for each state. Okay, so there will be a public service according to the constitution. There will be a public service commission for the union and one public service commission for each state. If two or more states agree that there should be a joint public service commission for them and their legislatures pass resolutions to that effect, then parliament may by law appoint a joint state public service commission to serve their needs. So if some states are willing to have a joint public service commission, it is also possible in our constitution. That is by the parliament can make law and can appoint a JSPSC. Okay, the union public service commission may if requested by the governor of a state with the approval of the president, agree to serve all or any of the need of the state. So whatever the vacancies in employment reported by the state departments will be taken up by the PSCs of each state, and the exams and other selection procedures will be conducted by them. So there is a process. നമുക്കെല്ലാം അറിയാം എന്താണ് പ്രോസസ്സ്. ഓരോ സ്റ്റേറ്റിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ബട്ട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. So commission consists of a chairman. So there is a commission for conducting all these processes. Commission consists of a chairman and a number of members. The number of members and the conditions of service shall be determined in the case of Union Public Service Commission or a joint commission by the president, and in the case of State Public Service Commission by the governor. So the governor is the one. So there will be a chairman and a number of members in the PSCs. So there is a one PSC for the union and one
PSC each for each of the state. അപ്പോൾ ഈ യൂണിയന്റെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനും മെമ്പേഴ്സിനെയും ഒക്കെ അത് എത്ര മെമ്പേഴ്സ് വേണം, അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് സർവീസ് എന്തൊക്കെയാണെന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. But for the state public service commission, it is done by the governor. So governor is the one who is appointing the chairman, and the conditions എന്തൊക്കെ conditions put forward ചെയ്യുന്നത് governor ആണ്. Okay. And functions of the commission. So Article 320 lays down the functions of a public service commission. Article 321 provides that the parliament or a state legislature may add to the list of the functions. The functions are of two types. First one, duties, and second one is advisory functions. So there are these PSCs, these public service commissions will have certain duties what they have to do in order to conduct these procedures related to this employment, the filling the positions, filling the vacancies and all. And also secondly, they will act as an advisory functions or advisory board to the government. The first one is duties of a public service commission. So to conduct examinations for appointment to the service of the union. In case of UPSC, they are doing that, and in service of the state in case of state PSCs. So their main duty is to conduct examination for appointments to the different services in the union or in the state by the respective commissions. It is a duty of the UPSC if requested by two or more states to assist those states in framing and operating schemes of joint recruitment for any services requiring special qualifications. So in certain positions, in order to recruit in certain positions, if needed, the state can ask the assistance of the state public service commission can ask the assistance of the union public service commission. Okay. അപ്പോൾ ചില സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസിന്റെ ആവശ്യകതയുണ്ടാവും. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ യൂണിയന്റെ ഹെൽപ്പ് തേടാൻ വേണ്ടി പറ്റും. So any matter that may be referred by the president or governor for advice. അപ്പോൾ ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ആണ്, ഗവർണറിന്റെ അഡ്വൈസിന് പോവാം, അല്ലെങ്കിൽ സെൻട്രൽ ആണെങ്കിൽ പ്രസിഡന്റിന്റെ അഡ്വൈസിന് പോവാം. അഡ്വൈസറി ഫംഗ്ഷൻസ് ഓഫ് എ പബ്ലിക് സർവീസ് കമ്മീഷൻ. സോ അഡ്വൈസറി ഫംഗ്ഷൻസ് എന്തൊക്കെയോ മെയിൻ ഫംഗ്ഷൻ ആസ് എ മെയിൻ ഡൂ പറയുന്നത് എന്താണ്? ടു എലക്ട് മെമ്പർ, ടു റിക്രൂട്ട് പീപ്പിൾസ് ടു ദി ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് വേക്കൻസീസ്, അല്ല ടു ഫിൽ ദ വേക്കൻസീസ്. May be consulted, this advisory function of public service commission, that is, it may be consulted for the different things like on all matters relating to method of recruitment to civil services and civil post. So ഇതുപോലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ഗവൺമെന്റ് പൊസിഷൻസിലേക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ സിവിൽ സർവീസസോ സിവിൽ പോസ്റ്റിലേക്കുള്ള അതുമായി സംബന്ധിക്കുന്ന റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്വൈസ് നൽകാം. Okay. On the principles to be followed in making appointments to civil services and posts, in making promotions and transfers from one service to another, and on the suitability of such candidates. So ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ അഡ്വൈസറി ഒരു കമ്മീഷൻ ഫംഗ്ഷൻ ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാം. On all disciplinary matters affecting a person under the government in a civil capacity, which includes memorials and petitions relating to such matters. So it includes all the matters, including the disciplinary matters too. On any claim for the award of a pension in respect of injuries sustained by a person while in government service in a civil capacity. So ഇതിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ, relating to the recruitment, then relating to the promotions, relating to the disciplinary matters to be taken, relating to the pensions of these candidates. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെയുള്ള അഡ്വൈസറി ഫംഗ്ഷൻസ് എന്ന രീതിയിലും ഈ PSC പ്രവർത്തിക്കുന്നുണ്ട്. So there are two functions. There are two things they are doing. That is, one is the duties, what they have to do. Second one is they are acting as an advisory function. Then there is an administrative tribunal. So part 12A, an innovative provision, administrative tribunal was made, which consists of two articles, 323A and 323B, adopted by the 42nd Amendment of the Constitution. Hello. The basic objective of administrative tribunal is to take out the purview of the regular courts of law, certain matters of dispute between the citizen and government agencies, and make the judicial process quick and less expensive. So section 1 of Article 323A provides for the
adjudication or trial of administrative tribunals of disputes and complaints with respect to recruitment and conditions of services of person appointed to public services. അപ്പോൾ ഇതുപോലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്. ഇൻ കേസ് ഇവൻ വി ആർ ഹാവിംഗ് എ PSC ഓർ എൻ UPSC, ദർ ഈസ് എനി സോർട്ട് ഓഫ് ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു കംപ്ലൈന്റ് വരികയാണെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ദർ ഇസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഓക്കെ. So the power to constitute such a tribunal is vested exclusively in the Parliament. So tribunal the administrative tribunal, there will be separate for the state as well as for the union. So they provide for the establishment of an administrative tribunal for the union and a separate administrative tribunal for each state, or for two or more states there will be a combined administrative tribunal. Okay. So in section there are two sections in the constitution article. So each section ഓരോ സെക്ഷനിലും ഈ ട്രിബ്യൂണൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. So in section 1 പറയുന്നത് it specifies the jurisdiction, powers and authority which may be exercised by such a tribunal, provide for the procedure to be followed by these tribunal, exclude the jurisdiction of all courts except the special jurisdiction of the Supreme Court under Article 136. So we know that they are having special powers, like they are having separate അതിൻ്റെതായ ഒരു ഭരണഘടനയുണ്ട്, ആ പവറിലാണ് നിൽക്കുന്നത്. അപ്പോൾ കോർട്ടിന്റെ ഡയറക്റ്റ് ഇടപെടലില്ല, ഓൺലി സുപ്രീം കോർട്ട് ഹാസ് എ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഓൺ അബൌവ് ദിസ് ട്രിബ്യൂണൽ. നെക്സ്റ്റ് വൺ ഇസ് എലക്ഷൻ പ്രോസസ് ആണ്. ഇപ്പൊ നമ്മൾ നോക്കിയത് ഈ പറയുന്ന ഓൾ ഇന്ത്യ സർവീസസും അതുപോലെ ഈ സർവീസസിൽ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ട UPSCസും PSCസും അല്ലെങ്കിൽ ഇതുപോലത്തെ ജോയിന്റ് PSC കമ്മീഷൻസും ആണ്. അതിന്റെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആണ്. ട്രിബ്യൂണൽസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ടിലാണ് സെറ്റ് ചെയ്യുന്നത്, ഇത് 2 സെക്ഷൻസ് ഉണ്ട്. ഈ 2 സെക്ഷൻസിലും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതൊക്കെയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എലക്ഷൻ. സോ നമുക്കറിയാം ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് കൺട്രി ഇന്ത്യ, വി ആർ ഹാവിംഗ് എലക്ഷൻസ് ഇൻ എല്ലാ ഭാഗത്തും നമ്മൾ എലക്ഷൻ വഴിയാണ് കാൻഡിഡേറ്റ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെ? മീൻസ് അവർ നമ്മളെ ഗവൺമെന്റിനെ നമ്മൾ എലക്ട് ചെയ്യുന്നത്. So the preamble of the Constitution declares that India is a democratic republic. This implies that all citizens who are eligible to vote will have the right to participate in the election. We have a parliamentary form of government. So the parties securing a major share of the votes of the citizen or a coalition of parties who are able to obtain support of a majority of legislators in the popular house form the government. സോ ഓൾറെഡി നമ്മൾ നോക്കിയതൊന്നല്ല ഇലക്ഷൻ പ്രോസസ്സ്. ഓരോ നമ്മളിപ്പോൾ പാർലമെന്റ് പറയുമ്പോഴും അതുപോലെ തന്നെ പ്രസിഡന്റ് ഇലക്ഷൻ, പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ, ചീഫ് മിനിസ്റ്റർ ഇലക്ഷൻ, മിനിസ്റ്റർ ഇലക്ഷൻ, എല്ലാത്തിലും നമുക്കറിയാം ഇലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് അറിയാം, അല്ലെ? സോ okay, the vote in election is cherished right of every citizen in a democracy. Right of voting is the essence of democracy. Irrespective of caste, creed, race, religion, language and sex, all those who have completed the age of 18 years are extended the voting right in India, and we call it as universal adult franchise system. അപ്പോൾ നമുക്കിവിടെ ഒരു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് സിസ്റ്റം വഴിയാണ് നമ്മുടെ വോട്ടിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ പ്രീവിയസ്ലി ഇറ്റ് വാസ് 21 years of age, now it is 18 years. Okay. India has representative form of government. The representatives are elected. There is an election commission in India to conduct elections from time to time. അപ്പോൾ ഒരു election പ്രോസസ്സ് വഴിയാണ് നമുക്കറിയാമല്ലോ, election പ്രോസസ്സ് വഴി നടത്തുമ്പോൾ there should be an election commission to ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫ്രെയിം ചെയ്യാൻ there should be an election commission. അപ്പോൾ ത്രൂ ബാലറ്റ് പേപ്പർ ആയിരുന്നു നമ്മൾ സീക്രട്ട് ബാലറ്റ് ആയിരുന്നു നമ്മൾ മുമ്പ് ചെയ്തിരുന്നത്. ബട്ട് നമ്മളിപ്പോ നമുക്ക് ഡയറക്റ്റ് പോളിംഗ് ചെയ്യാമല്ല, ഇലക്ടോറൽ പോളിംഗ് വെച്ച് നമുക്ക് ഡയറക്റ്റ് പോളിംഗ് ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഓക്കെ. സോ ദി election commission has got different functions. So the EC or election commission performs the following functions. The election of the president, the election of the president of India and vice president of India,
the Union Parliament and the composition of its two chambers. അങ്ങനെ ഓരോ രീതിയിലുള്ള എല്ലാ ഇലക്ഷൻസും കണ്ടക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ത്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം സ്ലൈഡ്. ഡിഫറെന്റ് functions which are followed by the election commission. And also they will act in an advisory role also. ഒരു advisory റോളും അവർ ആക്ട് ചെയ്യുന്നുണ്ട്. Then different stages of election process in India. So election process in different stages ആണ്. So there is a pre-election, then voting day, then a post-election. So pre-election, that is before the election, the before the elections, the election commission announces the dates of nomination, polling and counting. അപ്പോൾ ഒരു ആദ്യം തന്നെ ഒരു പ്രീ എലക്ഷൻ ഉണ്ടാവും അല്ലെ. സോ അപ്പോൾ അതിലെന്താണ്, അതിലൊരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ അത് വരും അല്ലെ. എങ്ങനെയാണ് നമ്മൾ ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ നമ്മൾ എന്താണ് നമ്മളെ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ അതിലാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. പ്രീ ഇലക്ഷന്റെ സമയത്താണ് ഇതൊക്കെ വരുന്നത്. ദാറ്റ് ഈസ് there will be model code of conduct. That means it is a code of conduct mutually agreed upon by various parties to be followed during the elections. Okay. So the code of conduct specifies that the union and state governments cannot announce any major steps to the electorate to prevent any unfair things in the voting pattern. അപ്പോൾ ഇത് ഈ പറയുന്ന ഡിഫറെന്റ് പാർട്ടി ബേസ്ഡ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു തീരുമാനത്തിലാണ് എന്തൊക്കെയാണ് മോഡ് ഓഫ് കണ്ടക്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ if when one election is coming, there will be two coalition party systems in India. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ആയിരിക്കും ഓൾറെഡി ഇപ്പം റൂൾ ചെയ്യുന്ന പാർട്ടി അല്ലെ. അവർ റൂൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അടുത്ത ഇലക്ഷൻ വരുന്നത്. സോ എന്ത് പറ്റും, അപ്പം അവർക്ക് ഒരു ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും, ഒരു അപ്പർ എഡ്ജ് ഉണ്ടാവും. സോ ഹിയർ നോ പാർട്ടി ഈസ് അലൗഡ് ടു യൂസ് ദ ഗവൺമെന്റ് റിസോഴ്സസ് ഫോർ ക്യാമ്പയിനിങ്. സോ ക്യാമ്പയിനിങ്ങിന് എനി ടൈപ്പ് ഓഫ് ഗവൺമെന്റ് റിസോഴ്സസ് ദേ കാൻറ്റ് യൂസ്. Okay. Candidates are required to declare their assets, age, education, qualifications, and criminal history. Okay. As well, then convicted criminals until they are not allowed to stand as representatives. Even sometimes avരുടെ voting തന്നെ cancel ആക്കാനുള്ള right ഉണ്ട്. Okay. So again, the code of conduct പറയുന്ന ഒരു കാര്യം എന്താണ്, ഇത് ക്യാമ്പയിനിങ് 48 മണിക്കൂർ മുമ്പ് സ്റ്റോപ്പ് ചെയ്യാനല്ല. The campaigning should be stopped 48 hours prior to the election day or the polling day. Okay. So also we know that before the election itself, like-minded parties ഉണ്ടാവുമല്ലോ, ഒരേ സ്വഭാവം കാണിക്കുന്ന പാർട്ടീസ്, അല്ലെങ്കിൽ ഇപ്പൊ അതുപോലെ അല്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫോർമേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഏലിയൻസസ് നമുക്ക് കാണാം അല്ലെ. ലൈക്ക് മൈൻഡഡ് പൊളിറ്റിക്കൽ പാർട്ടീസോ അല്ലെങ്കിൽ അതുപോലെയുള്ള പാർട്ടി മീൻസ് ഗവൺമെന്റ് ഫോർമേഷന് വേണ്ടിയിട്ട് they will form certain alliances and seat sharing arrangements in the each state അല്ലെ. സീറ്റ് ഷെയറിങ്സ് ഒക്കെ നമുക്ക് കാണുന്നതാണ്. Sometimes even alliances are formed even after the elections to enable government formation. Okay. ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും അലയൻസ് ഒക്കെ ഉണ്ടാകുന്നത്, അത് നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് സെക്കൻഡ് നമ്മൾ വരുന്നത് പ്രീ ഇലക്ഷൻ സമയത്ത് ഇതൊക്കെ ഉണ്ടാവും, ഈ മോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും. 48 hours മുമ്പായിട്ട് നമ്മൾ ഈ പറയുന്ന ക്യാമ്പയിനിങ് നിർത്തണം. ദെൻ കമ്മിങ് ദ വോട്ടിംഗ് ഡേ. So campaigning ends the day before the voting day. So government schools and colleges are chosen to be the polling stations. Usually government schools and colleges are Hello, sir. Okay, അപ്പോൾ collectors will be having the charge of this. സോ അപ്പോൾ വോട്ടിംഗ് ഡേ എല്ലാവർക്കും ഓടിയതല്ലേ? ഒന്ന് Sir. ഓക്കെ.
അപ്പോൾ സോ നമുക്കറിയാം യൂഷ്വലി ബാലറ്റ് പേപ്പേഴ്സ് ആർ യൂസ്ഡ് പ്രീവിയസ്ലി ഫോർ ദ വോട്ടിംഗ്, ബട്ട് nowadays we are using electronic voting machines. Okay. ഇൻസ്റ്റെഡ് ഓഫ് ബാലറ്റ് ബോക്സസ് വി ആർ യൂസിങ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ്. അപ്പോൾ നമുക്ക് എന്താ ഇലക്ഷൻ പ്രോസസ്സ് കുറച്ചും കൂടി ഈസിയർ ആണല്ലേ. സോ കൗണ്ടിങ് ഓഫ് ദ വോട്ട്സ് ഈസിയർ. അതുപോലെ തന്നെ അതിലുള്ള ഒരുപാട് ഡിസ്ക്രിപ്പൻസീസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ. ദെൻ കമ്മിങ് ഈസ് ദ പോസ്റ്റ് എലക്ഷൻ. എലക്ഷന് ശേഷമുള്ള കാര്യമാണ് പോസ്റ്റ് എലക്ഷനിൽ വരുന്നത്. ദെൻ ആഫ്റ്റർ ദ എലക്ഷൻ ഡേ ദ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് സ്റ്റോർഡ് ഇൻ സ്ട്രോങ് റൂം അണ്ടർ ഹെവി സെക്യൂരിറ്റി. ഇത് സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലേ. ഒരു സെക്കൻഡ്, നിങ്ങൾ സ്ക്രീൻ ഇപ്പോൾ കാണുന്നുണ്ടോ? ഹലോ. ഇല്ല സർ. ഇല്ല അല്ലേ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ സ്ക്രീനിൽ ഇപ്പോൾ വരും. നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് എലക്ഷൻ ആണ് അല്ലേ. ദാറ്റ് മീൻസ് ആഫ്റ്റർ ദ എലക്ഷൻ ഡേ ദ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ആർ സ്റ്റോർഡ് ഇൻ സ്ട്രോങ് റൂം അണ്ടർ ഹെവി security. So after the different phases of the elections are complete, a day is set to count the votes. So usually counting will not take much time as in previous cases. Counting takes only few or less time period to complete. So after the different phases of the elections are complete, we will set a day to count the votes. The votes are tallied and typically the verdict is known within a few hours. വോട്ട് ടാലി ചെയ്തു വിത്തിൻ, നമുക്കറിയാം മോർണിംഗ് 7 o'clock വോട്ട് കൗണ്ടിങ് തുടങ്ങിയാൽ ബൈ 11 o'clock വി ക്യാൻ കംപ്ലീറ്റ് ദ വോട്ടിംഗ്. ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു ഗതി നമുക്ക് മനസ്സിലാവും അല്ലേ. ദ കാൻഡിഡേറ്റ് ഹു has got the most votes is declared as the winner of the constituency. So the party or coalition that has won the most seats is invited by the president or governor to form the new government at the union or state level respectively. So which party or which coalition, usually we are having a coalition type of government in most states and in the country also. So the party or coalition that has won the most seats is invited by the president if it is in a central election, or by the governor if it's a state level election. Okay. So this group must provide its majority in the floor of the house. അപ്പോൾ ഈ പറയുന്ന ഫ്ലോർ ഓഫ് ദ ഹൗസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ അപ്പറോ ലോവർ ഓഫ് ലോക്സഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവരുടെ മെജോറിറ്റി കാണിക്കണം അല്ലേ. This group must prove its majority in the floor of house in a vote of confidence by obtaining a simple majority. Simple majority means more than 50%, അല്ലെങ്കിൽ 50% എങ്കിലും of the votes in the house. അതാണ് ഈ പറയുന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള different stages എന്ന് പറയുന്നത്. First one is pre-election. So in pre-election certain mode of conduct is put forward. So each parties who are representing, who are giving representative to the election should follow this mode of conduct strictly. And second one is a voting day. So prior to 48 hours before the voting day, they have to stop the campaigning. Then during the day of the voting, we are doing it through. Previously it was through ballot papers, but nowadays we are using electronic voting machines. Then so that post elections will come. One day will be set to count the votes. Then the vote will be tallied, and typically the most who got the most number of votes will be winning the election, and he will be they will be appointed as a ruling party for the formation of the next government. ഇനി പറയുന്ന ഇലക്ഷൻ ആയാലും അതിന് കുറെ പ്രോസസ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെന്റ് പ്രോസസ്സുകൾ നോക്കാം. That means നമുക്കറിയാം ഇനീഷ്യലി ദ പ്രോസസ് ഓഫ് ഇലക്ഷനിൽ ഇനീഷ്യലി വരുന്നത് ദർ വിൽ ബി സബ്മിഷൻ ഓഫ് നോമിനേഷൻ സബ്മിഷൻ ഉണ്ടാവും അല്ലേ. ദർ വിൽ ബി സബ്മിഷൻ ഓഫ് നോമിനേഷൻ. ദെൻ secondly there will be these nominations will be scrutinized. So there will be a scrutiny of the nomination. Then there will be a withdrawal of nomination. Then election propaganda ഉണ്ടല്ലേ, എന്തൊക്കെയാണ് ഈ ഇലക്ഷന് വേണ്ട ഡിഫറെന്റ് പ്രൊപ്പഗൻഡാസ് എന്തൊക്കെയാണുള്ളത്.
and after that the election day will come. Then finally there will be counting of votes. അങ്ങനെയാണ് ഡിഫറെന്റ് പ്രോസസ് ഓഫ് എലക്ഷൻ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ഡിഫറെന്റ് പ്രോസസ് ഓഫ് എലക്ഷൻസ് വരുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് സ്ലൈഡ് മാത്രം ഇപ്പം പ്രോസസ് ഓഫ് എലക്ഷനിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സബ്മിഷൻ ഓഫ് നോമിനേഷൻസ്, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻസ്, വിഡ്രോവൽ ഓഫ് നോമിനേഷൻസ്, എലക്ഷൻ പ്രൊപ്പഗണ്ട, ദെൻ എലക്ഷൻ ഡേ ആൻഡ് കൗണ്ടിങ് ഓഫ് വോട്ട്സ്. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് എല്ലാവരും ഒന്ന് പറയണേ.